മോസില്ല Firefoxനെ കുറിച്ചുള്ള ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഈ ട്യൂട്ടോറിയലിൽ നമ്മൾ പഠിക്കുക ജനറൽ preferencesഉം പ്രൈവസി preferencesഉം സെറ്റ് ചെയ്യുവാൻ. ഈ ട്യൂട്ടോറിയലിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഉബുന്റു 1004ലെ ഫയർഫോക്സ് വെർഷൻ 70 ആണ്. മോസില്ല Firefoxലെ പ്രഫറൻസസ് ആവർത്തിച്ച് ചെയ്യുന്ന ടാസ്കുകൾ എളുപ്പത്തിൽ ചെയ്യാൻ സഹായിക്കുന്നു. വിൻഡോസിൽ ഈ വിശേഷ ഗുണങ്ങളെ ഓപ്ഷൻസ് എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന് നമ്മുടെ ഹോം പേജ് ആയി നമ്മുടെ ഇമെയിൽ ലോഗിൻ പേജ് സെറ്റ് ചെയ്യണമെന്നിരിക്കട്ടെ. അതിനായി നമ്മൾ എഡിറ്റ് എന്നിട്ട് പ്രഫറൻസസ് ക്ലിക്ക് ചെയ്യണം. വിൻഡോസ് യൂസർസ് ടൂൾസ് എന്നിട്ട് ഓപ്ഷൻസിൽ ക്ലിക്ക് ചെയ്യണം. പ്രഫറൻസസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു. ഡയലോഗ് ബോക്സിന്റെ മുകളിലായി വിവിധ ടാബുകൾ കാണുന്നു. ഓരോന്നിനും വ്യത്യസ്തമായ ഫംഗ്ഷനുകളുണ്ട്. ജനറൽ പാനലിൽ സാധാരണ ഉപയോഗിക്കുന്ന പ്രഫറൻസസ് ഉൾക്കൊള്ളുന്നു. അതായത് ഫയർഫോക്സ് ഹോം പേജ് സെറ്റ് ചെയ്യൽ, ഫയൽ, ഡൌൺലോഡ് ലൊക്കേഷൻ സെറ്റ് ചെയ്യൽ അങ്ങനെയുള്ളവ. നമ്മുടെ ഹോം പേജ് ആയി ഗ്മെയിൽ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. സ്റ്റാർട്ടപ്പിന് താഴെ വെൻ ഫയർഫോക്സ് സ്റ്റാർട്ട്സ് ഡ്രോപ്പ് ഡൌൺ മെനുവിൽ ഷോ മൈ ഹോം പേജ് സിലക്റ്റ് ചെയ്യുക. ഡിഫാൾട്ടായി മോസില്ല ഫയർഫോക്സ് സ്റ്റാർട്ട് പേജ് ഹോം പേജ് ആയി സെറ്റ് ചെയ്തിരിക്കുന്നു. ഹോം പേജ് ഫീൽഡിൽ ക്ലിക്ക് ചെയ്ത് www.gmail.com എന്ന് ടൈപ്പ് ചെയ്യുക. ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യാൻ ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സെറ്റിംഗ്സ് സ്വയമേ സേവ് ചെയ്യപ്പെടും. ഇനി ഫയർഫോക്സ് വിൻഡോ ക്ലോസ് ചെയ്യുക. എന്നിട്ട് ഒരു പുതിയ ഫയർഫോക്സ് വിൻഡോ തുറക്കുക. ഗ്മെയിൽ ലോഗിൻ പേജ് ആണ് ഹോം പേജ് എന്നത് ശ്രദ്ധിക്കുക. അടുത്തതായി മോസില്ല ഫയർഫോക്സ് എങ്ങനെയാണ് ഡൌൺലോഡ്സ് കൈകാര്യം ചെയ്യുന്നത് എന്ന് പഠിക്കാം. എഡിറ്റ് എന്നിട്ട് പ്രഫറൻസസ് ക്ലിക്ക് ചെയ്യുക. മുമ്പത്തേത് പോലെ വിൻഡോസ് യൂസർസ് ടൂൾസ് എന്നിട്ട് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്യുക. ജനറൽ ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഡൌൺലോഡ്സ് ഓപ്ഷനിൽ ഷോ തെ ഡൌൺലോഡ്സ് വിൻഡോ വെൻ ഡൌൺലോഡിംഗ് a ഫൈൽ ചെക്ക് ബോക്സ് ചെക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ഫൈൽസ് ടോ ബട്ടൺ ചെക്ക് ചെയ്യുക. ബ്രൌസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിഫോൾട്ട് ഫോൾഡർ ഡെസ്ക്ടോപ്പ് ആക്കുക. ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യുക. മുമ്പത്തെ പോലെ നമ്മുടെ സെറ്റിംഗ്സ് സ്വയമേ സേവ് ചെയ്യപ്പെടുന്നു. ബ്രൌസറിന്റെ സെർച്ച് ബാറിൽ ഫ്ലവർസ് എന്ന് ടൈപ്പ് ചെയ്ത് വലതുവശത്തെ മാഗ്നിഫയിംഗ് ലെൻസിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാണുന്ന ആദ്യ സെർച്ച് ഫലത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സേവ് ലിങ്ക് asൽ ക്ലിക്ക് ചെയ്യുക. ഡിഫാൾട്ടായി ആ ലിങ്ക് ഡെസ്ക്ടോപ്പിലേക്ക് ഡൌൺലോഡ് ചെയ്യപ്പെടും എന്നത് ശ്രദ്ധിക്കുക. സേവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫയൽ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് ചെയ്യപ്പെടുന്നു. ടാബ്ഡ് ബ്രൌസിംഗുമായി ബന്ധപ്പെട്ട പ്രഫറൻസസ് ടാബ്സ് പാനലിൽ ഉൾക്കൊള്ളുന്നു. കണ്ടെന്റ് പാനൽ വെബ്സൈറ്റ്സ് എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാമെന്ന പ്രഫറൻസസ് ഉൾക്കൊള്ളുന്നു. മോസില്ല ഫയർഫോക്സ് ഫയലുകൾ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് തീരുമാനിക്കാൻ ആപ്ലിക്കേഷൻസ് പാനൽ നിങ്ങളെ അനുവദിക്കുന്നു. ഇത് ഒരു പിഡിഎഫ് ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഒരു ഓഡിയോ ഫയൽ ആകാം. ഒരു അസൈൻമെന്റായി ഈ ടാബുകളും ഓപ്ഷനുകളും സ്വയം മനസിലാക്കുക. പ്രൈവസി പാനൽ നിങ്ങളുടെ വെബ് പ്രൈവസിയുമായി ബന്ധപ്പെട്ട പ്രഫറൻസസ് ഉൾക്കൊള്ളുന്നു. ട്രാക്കിങ്ങിന് താഴെയുള്ള ടെൽ വെബ്സൈറ്റ്സ് I do not want to be tracked ചെക്ക് ചെയ്യാം. ഈ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക വഴി നിങ്ങൾക്ക് വെബ്സൈറ്റുകളെ നിങ്ങളുടെ ബ്രൌസിംഗ് രീതിയെ കുറിച്ചുള്ള വിവരങ്ങൾ സ്റ്റോർ ചെയ്യുന്നതിൽ നിന്ന് തടയാം. ഹിസ്റ്ററിക്ക് താഴെ വിവിധ ഓപ്ഷനുകളുണ്ട്. ഫയർഫോക്സ് വിൽ ഫീൽഡിൽ നെവർ റിമെംബർ ഹിസ്റ്ററി തിരഞ്ഞെടുക്കുക. ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വഴി നിങ്ങളുടെ ബ്രൌസിംഗ് ഹിസ്റ്ററി നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിക്കുന്നത് തടയാം. ക്ലിയർ ആൽ കറന്റ് ഹിസ്റ്ററിയിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സൂക്ഷിച്ചിട്ടുള്ള ബ്രൌസിംഗ് ഹിസ്റ്ററി നീക്കം ചെയ്യപ്പെടുന്നു. ലൊക്കേഷൻ ബാറിലേക്ക് വരാം. When using the location bar suggest ഫീൽഡിൽ ഡ്രോപ്പ് ഡൌൺ ക്ലിക്ക് ചെയ്ത് നോത്തിങ് തിരഞ്ഞെടുക്കുക. ഇതുവഴി നിങ്ങൾ അഡ്രസ് ബാറിൽ ഒരു പുതിയ URL എന്റർ ചെയ്യുമ്പോൾ അത് നിർദ്ദേശങ്ങൾ തരുന്നത് ഇല്ലാതാകുന്നു. ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യുവാൻ ക്ലോസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ സ്വകാര്യത പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. സെക്യൂരിറ്റി പാനൽ നിങ്ങളുടെ വെബ് ബ്രൌസിംഗ് സുരക്ഷിതമാക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രഫറൻസസ് ഉൾക്കൊള്ളുന്നു. സിങ്ക് പാനൽ നിങ്ങളെ ഒരു ഫയർഫോക്സ് സിങ്ക് അക്കൌണ്ട് സെറ്റപ്പ് ചെയ്യുവാനോ മാനേജ് ചെയ്യുവാനോ അനുവദിക്കുന്നു. ഫയർഫോക്സ് സിങ്ക് നമ്മളെ നമ്മുടെ ഹിസ്റ്ററി, ബുക്ക്മാർക്സ്, പാസ്വേർഡ്സ് എന്നിവ വിവിധ ഉപകരണങ്ങളിൽ ഉപയോഗിക്കാൻ അനുവദിക്കുന്നു.
അഡ്വാൻസ്ഡ് പാനൽ ചില പ്രധാനപ്പെട്ട ഫയർഫോക്സ് സെറ്റിംഗ്സ് ഉൾക്കൊള്ളുന്നു. ഇതിൽ ഫയർഫോക്സിനെ നിയന്ത്രിക്കാൻ ആവശ്യമായ ബ്രൌസിംഗ് സിസ്റ്റം സെറ്റിംഗുകൾ ഉൾക്കൊള്ളുന്നു. കൂടാതെ നമുക്ക് നെറ്റ്വർക്ക് ഓപ്ഷൻ ഉപയോഗിച്ച് ഫയർഫോക്സിൽ ഇന്റർനെറ്റ് കണക്ഷൻ കോൺഫിഗർ ചെയ്യാനും സാധിക്കുന്നു. നെറ്റ്വർക്ക് ടാബിൽ കണക്ഷൻസിന് താഴെയുള്ള സെറ്റിംഗ്സ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത് കണക്ഷൻ സെറ്റിംഗ്സ് ഡയലോഗ് ബോക്സ് തുറക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് പ്രോക്സീസ് കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. പ്രോക്സീസ് കൂടുതൽ മെച്ചപ്പെട്ട പ്രവർത്തനവും കൂടുതൽ സെക്യൂരിറ്റിയും നൽകുന്നു. ഡിഫോൾട്ട് ആയി യൂസ് സിസ്റ്റം പ്രോക്സി സെറ്റിംഗ്സ് ബട്ടൺ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഈ ഓപ്ഷൻ നിങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വേണ്ടി കോൺഫിഗർ ചെയ്തിരിക്കുന്ന സെറ്റിംഗ്സ് ഉപയോഗിക്കുന്നു. പ്രോക്സി സെറ്റിംഗ്സ് നിങ്ങൾക്ക് തന്നെ എന്റർ ചെയ്യുന്നതിനായി മാനുവൽ പ്രോക്സി കോൺഫിഗറേഷൻ റേഡിയോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഈ ഫീൽഡ്സിൽ പ്രോക്സി സെറ്റിംഗ്സ് എന്റർ ചെയ്യാം. ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കണക്ഷൻ സെറ്റിംഗ്സ് ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യുക. വീണ്ടും ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് പ്രഫറൻസസ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഡയലോഗ് ബോക്സ് ക്ലോസ് ചെയ്യുക. നിങ്ങളുടെ സെറ്റിംഗ്സ് സ്വയമേ സേവ് ചെയ്യപ്പെടും. അവസാനമായി നമുക്ക് അഡ്വാൻസ്ഡ് പാനലിലെ അപ്ഡേറ്റ് ടാബ് ഉപയോഗിച്ച് ഫയർഫോക്സ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതോടെ ഈ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ പഠിച്ചത് ജനറൽ പ്രഫറൻസസ് സെറ്റ് ചെയ്യാൻ, പ്രൈവസി പ്രഫറൻസസ് സെറ്റ് ചെയ്യാൻ. ഈ അസൈൻമെന്റ് ചെയ്യുക. പുതിയൊരു ബ്രൌസർ വിൻഡോ തുറക്കുക. ഹോം പേജ് spoken-tutorial.orgലേക്ക് മാറ്റുക. നിങ്ങളുടെ ഡിഫോൾട്ട് ഡൗൺലോഡ് ലൊക്കേഷൻ ഹോം ഫോൾഡറിലേക്ക് മാറ്റുക. കൂടാതെ നിങ്ങളുടെ വെൻ യൂസിങ് തെ ലൊക്കേഷൻ ബാർ suggest സെറ്റിംഗ് ടോ ഹിസ്റ്ററി ആൻഡ് bookmarksലേക്ക് മാറ്റുക. ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇതോടെ സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് അവസാനിച്ചു. നിങ്ങൾക്ക് മികച്ച ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്ത് കാണാം. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയൽസ് ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ പരീക്ഷ ജയിക്കുന്നവർക്ക് സാക്ഷ്യപത്രങ്ങൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ICT MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്. ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബേ. നന്ദി.